വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് നടപടിയെങ്കിൽ പിന്നെ നമ്മൾ ആ പാർട്ടിയിലെ കൂടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ നിലവിൽ DYFIയുടെ മേഖലാ കമ്മിറ്റി അംഗമാണ്. തൊട്ടടുത്ത് കരുപ്രകോണം CPMൻ്റെ ബ്രാഞ്ച് മെമ്പറാണ്. പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയേറെ ചെറുപ്പക്കാരിങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടല്ല, ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്നു. അപ്പം ഈ പാർട്ടി വഴി അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സർക്കാരിലേക്ക് എത്താൻ അല്ലെങ്കിൽ നേതൃത്വത്തെ ഒന്ന് അറിയിക്കാൻ ശ്രമിച്ചില്ലേ? നിലവിൽ നമ്മുടെ സർക്കാരിലെ എല്ലാ മന്ത്രിമാരെയും മറ്റ് നേതാക്കളെയും ഞാൻ പാർട്ടിക്കാരനാണ് എന്ന നിലയ്ക്ക് തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും അവരെന്താ പറയുന്നത്? നിലവിൽ സർക്കാരിന് സാമ്പത്തികം വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ജോലിക്കെടുക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി. സർക്കാരിന് സാമ്പത്തികം ഇല്ലാത്തതിന് നമ്മളെന്ത് തെറ്റ് ചെയ്തു എന്ന് അല്ലെങ്കിൽ അവരോട് ആ രീതിക്കൊന്ന് സംസാരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഞാൻ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എന്തായാലും സർക്കാരിന് സാമ്പത്തികമില്ല. പക്ഷേ സർക്കാരിന് സാമ്പത്തികം എന്ന് നേരെയാകുമെന്നുള്ളൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചു. അതിനുള്ള മറുപടി പറയാനും സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് വാസ്തവം. എന്ന് വെച്ചാൽ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവുമെന്ന് പറയുന്നതല്ലാതെ ഇതെന്ന് ശരിയാവുമെന്ന് സർക്കാരിനും അറിയില്ല, നമുക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ഇപ്പം സിദ്ധാർത്ഥൻ്റെ മരണവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ ഒരു അത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ SFIയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകും. അത്തരത്തിൽ ക്രൂരമായ ഒരു ക്രൂരതയിലേക്കാണോ കലാലയ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ചും കൂടെ. കലാലയ രാഷ്ട്രീയം അത് വേണ്ടെന്ന് ഞാനൊരിക്കലും പറയത്തില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ അത് കടന്നു പോകുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങൾ അക്രമാസക്തമാകുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ അത് വേണം എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ അതിര് കടന്നുള്ള കലാലയ രാഷ്ട്രീയമൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല യഥാർത്ഥത്തിൽ ഞാൻ. ഇപ്പം CPM അല്ലെങ്കിൽ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞു. ഇപ്പോൾ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം നിലച്ചോ? നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ഇതിൻ്റെ നമ്മുടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ തുടർന്ന് പോകുന്നതിൽ ബുദ്ധിമുട്ട് കാണുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് നടപടിയെങ്കിൽ പിന്നെ നമ്മൾ ആ പാർട്ടിയിലെ കൂടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ. പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ ഇവിടെ സമരം ചെയ്യുന്നത് ഉണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അവർ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രാഞ്ചിൽ. എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ സർക്കാരിനെതിരെ ഇപ്പോൾ സമരം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇത്രയും പിള്ളേരിവിടെ ഇങ്ങനെ സമരത്തിൽ നിന്നിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് കൊണ്ട് നടക്കുന്നത് കാര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നവകേരള സദസ്സിൽ ഇഷ്ടംപോലെ മാല തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നവകേരള സദസ്സിൽ പോവുകയും അല്ലെങ്കിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ പോയിരുന്നു? ഞാൻ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. നവകേരള സദസ്സിൽ ട്രിവാൻഡ്രത്തുള്ള എല്ലാ നിയോജക മണ്ഡലത്തിലും പര്യടനം നടന്ന സമയത്ത് എല്ലാ നിയോജക മണ്ഡലത്തിലും ഞാനും എൻ്റെ ടീമും എല്ലാ നിയോജക മണ്ഡലത്തിലും പോയി നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മറുപടി വല്ലതും? ഒരു 7-8 മറുപടി എൻ്റെ വീട്ടിൽ വന്നിരിപ്പുണ്ട്. പക്ഷേ ഒന്നിലും നമുക്ക് ആവശ്യമുള്ളൊരു മറുപടിയില്ല. എല്ലാം പരിഹരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റ് മാറി വല്ല എൻ്റെ ഒരെണ്ണം സൈനിക വെൽഫെയർ അസോസിയേഷനിൽ 2 പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ എൻ്റെ പേരിൽ മാത്രം ഏകദേശം 48 പരാതികളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറേ വെൽഫെയർ പോയിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് എന്തിനാണ് പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പഞ്ചായത്തിൽ പോയിട്ടുണ്ട് ഒരെണ്ണം. ബാക്കി കുറേ എണ്ണം മറ്റേ നമ്മുടെ സത്യത്തിൽ നവകേരള സദസ്സ് ഒരു പ്രഹസനമല്ലായിരുന്നോ? അങ്ങനെ പറയുന്നതായിരിക്കും വാസ്തവം.